ഇത് ചേസ് 4 ലക്ഷത്തിന് കൊണ്ട് വന്നു. 4 ലക്ഷത്തിൽ മേലെ വിലയുള്ള സാധനം ലൈസൻസ് ഇല്ല. അന്ന് ലൈസൻസ് ഒന്നും വേണ്ട. ലൈസൻസ് ഒരു പ്രശ്നമല്ല. അപ്പൊ ഓക്കെ, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. അവസ്ഥ ഇത് പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകിൽ ഇടിച്ചതാണ്. ഇത് നമ്മൾ ഇവിടെ വലിച്ച് റെഡിയാക്കി ശരിയാക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ്. ഇത് വേറൊരു വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ 30,000 രൂപ പറഞ്ഞതാണ്. നമ്മളതൊരു 20,000 രൂപക്ക് പുള്ളിക്ക് ചെയ്ത് കൊടുക്കുകയാണല്ലേ. പുള്ളി ഉറങ്ങിപ്പോയതായി. ട്രാൻസ്പോർട്ടിൽ ഇടിച്ചാണോ? പുള്ളി ഉറങ്ങിപ്പോയിട്ട് ബാക്കിൽ ചെന്ന് തട്ടിയതാണ്. വലിയ ഡൂം ഒന്ന് ചെറുതായിട്ട് ഈ ലിപ്പ് ബ്ലാക്ക് അടിക്കണോ? ബ്ലാക്ക് അടിക്കും. ബ്ലാക്കല്ല, മുഴ ഇത് മാത്രം. മുഴ മാത്രം ബ്ലാക്ക് അടിക്കാനായിട്ട്. കുഴപ്പമില്ലാത്ത തരത്തിലാവുമ്പോൾ വെക്കുള്ളൂ. മേടിക്കുന്നത് പിടിപ്പിക്കാനായിട്ട് അടിച്ചാൽ പോരെ. ഇനി ഇറങ്ങോട്ട് ഈ ഡൂമിന് 4,000 സംതിങ് രൂപയാണല്ലേ? അച്ഛനുണ്ട്, അത്ര വിലയുണ്ട്. ഒറിജിനലാണല്ലോ. ആ ഒറിജിനൽ പുള്ളി കമ്പനി പോയി വാങ്ങിച്ച ആലപ്പുഴ. ഇതിന്റെ ഇത് എന്ത് പറ്റിയായിരുന്നു കേട്ടോ? ഇത് എന്ത് പറ്റിയായിരുന്നു? ഇത് ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പുറകിൽ പോയി ഇടിച്ചതാണ്. ഇത് ചേസ് കളഞ്ഞായിരുന്നോ? ചേസ് കളഞ്ഞായിരുന്നോ? ചേസ് ഇങ്ങനെ മടങ്ങി. വേറെ ഇവിടെ വേറെ പ്രശ്നം വന്നു. ചേസ് മാത്രം, ഫ്രണ്ടിൽ മാത്രം. കോർക്കും പ്രശ്നം വന്നോ? ഇവിടെയാണ്. അവിടെ അടിച്ചത് മടങ്ങിപ്പോയി. ഡൂമാണല്ലോ ഇതായിപ്പോ. ഓൾമോസ്റ്റ് എത്ര രൂപ വരും നമുക്ക് ഇത്? ഇത് ചേട്ടന്റെ ഒരു റേറ്റ്? ഇതെല്ലാം കൂടി ഒരു 25 രൂപയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. സാധനം, പണിക്കൂലി, എല്ലാം കൂടി. അപ്പൊ പെയിന്റിങ് നമുക്ക് ഇവിടെ അല്ലേ? ഇതിന്റെ കഴിഞ്ഞ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാ? ഇതിന്റെ വർക്ക് തീരാറായി. ഇനി ലേശം പരിപാടികൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെയിന്റിങ്ങിന് കൊടുക്കും. പെയിന്റിങ് ഓക്കെ. കവറാട്ടോ. കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഈ ചേസിൻ്റെ അവിടെ ചെറിയ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെവലാക്കാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ ഈ ഒരു കണ്ടോ, ഈ ഒരു സാധനം ചെറിയ ചൂടാക്കിയിട്ടൊന്ന് ബെൻഡായിരുന്നു. നമ്മുടെ ചേസ് മാത്രം ബെൻഡായിപ്പോയി. ഇതിൻ്റെ ലിപ്പ് അഴിച്ചിട്ട് ബ്ലാക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം. ഇത് നമ്മൾ സ്ക്രൂ അല്ലേ ചെയ്യണം? ബോൾട്ട് ചെയ്തത്. അറ്റം ബോൾട്ട് ഇട്ട് പുറത്ത്. ഇത് നമ്മൾ പെയിന്റ് ചെയ്തതാണോ ഇവിടെ? ഇത് ചെയ്യാനായിട്ട് ഇവിടെ വന്നോ? പുതിയ ഗ്യാറ് ഉണ്ടാക്കിയത്. ഇത് എത്ര റേറ്റ് ഉണ്ട്? നമ്മൾ മേളിലും താഴത്തെ ഇത് വന്നപ്പോൾ? ഇത് 17 രൂപ പെയിന്റിങ്. ചേട്ടൻ ചെയ്തതിന് 17 രൂപ കേട്ടോ. നമുക്ക് ഇതേപോലെ വണ്ടിയിൽ ഈ ഒരു ഗ്രില്ലും മേളിലെ സാധനം എന്നാ പറയുന്നത്? ക്യാറ് സെറ്റപ്പ്. അതൊക്കെ സെറ്റ് ചെയ്യാൻ 17 രൂപ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഇത് ഈ ഒരു ഓട്ടോ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാറിപ്പോയല്ലോ അവിടുത്തെ കൗണ്ടർ ലിപ്പ് അഴിച്ചേട്ടോ. ഈ ലിപ്പ് ബ്ലാക്ക് അടിക്കാൻ വേണ്ടി അഴിച്ചേ.
മേലത്തെ ഹോള് കറക്റ്റാണ്. മേലത്തെ ഹോള് കറക്റ്റാണ്. മേലത്തെ ഹോള് കറക്റ്റല്ലേ? ബോൾട്ട് കയറി അല്ല അതിൻ്റെ അല്ല. 5 ഗിയറൊക്കെ ഇതിനുണ്ട്. ഓ ഇത് വെക്കാനുണ്ടോ? വെക്കാൻ പോയി. ഓ പുതിയതോ? ഫ്രഷ്? ഇത് പറഞ്ഞേ 600 രൂപ തന്നെയാണ്. 600 രൂപ ഉള്ളൂ അല്ലേ? ബോണറ്റിലാട്ടോ വെക്കുന്നത്. ഇവിടെ ആയിരിക്കും അല്ലേ? അല്ല ഒരെണ്ണം തന്നെ ലുക്ക്. അപ്പം എന്നെ പറ്റുമോ? അല്ല നമുക്ക് വണ്ടിയിൽ ഇരുന്ന് നോക്കണ്ടേ ഇത് കറക്റ്റ് ആണോ? ഇവിടുത്തെ ചുമ്മാ ഷോ ആണോ? വെക്കായിരുന്ന ഒരു കുഴപ്പം ചേരത്തില്ല. ഇനി വണ്ടി ഇറങ്ങുമ്പോൾ ഒരു കഴിയും. ഇത് എത്ര രൂപ വരും ചേട്ടാ? 660 രൂപയുള്ളൂ കേട്ടോ. 600. വിളിച്ച് വലിക്കാൻ ഇതൊന്ന് വെച്ച് നോക്കാം. അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒന്ന് ഗ്രൈൻഡ് ഇട്ട് ഞാൻ മെഷീൻ. ചേട്ടൻ്റെ വണ്ടിയാ അല്ലേ ഇത്? 5 ഗിയർ ഉള്ളപ്പോ എന്താണ് ഇച്ചിരി 5 ഗിയർ ഉള്ളപ്പോഴത്തേക്ക് ഒരു 40 കിലോമീറ്റർ മേലിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ഗിയർ വീഴുള്ളൂ. അപ്പൊ ഈ 5ാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വളരെ അല്ല സാധാരണ PAG ആപ്പിൽ വ്യത്യാസമാണ് ഇതിന്റെ എഞ്ചിന്. ആപ്പക്കാര് ഫുൾ സെൻസർ ആപ്പക്കാർ ഇറക്കിയതാണ്. ആദ്യത്തെ 5 ഗിയർ ഉള്ളത്. 5 ഗിയർ സാധാരണ 4 ഉള്ളു അല്ലേ? 4 ഉള്ളൂ. അപ്പൊ കാറിനേക്കാളും പിക്കപ്പ് ആയിരുന്നു. അപ്പൊ ടൗണിൽ ഓടിക്കാൻ ഈ ചെറിയ ഓട്ടത്തിന് പറ്റില്ല. ഈ കാറിനേക്കാളും ലാഭം. ചേട്ടാ സെക്കൻഡ് എടുത്തപ്പോ എത്ര രൂപ കിട്ടിയായിരുന്നു? എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? എനിക്ക് 2 ലക്ഷത്തിന് കൊണ്ട് വന്നു. 4 ലക്ഷത്തിന് മേലെ വിലയുള്ള സാധനം 40,000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പൊ അവിടുന്ന് എന്താ അതിനകത്ത് പ്രോബ്ലം ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു അച്ചായെന്ന് പറഞ്ഞ വെച്ചാൽ പുള്ളി ഈ വണ്ടി കച്ചവടക്കാരൻ, പുള്ളിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ പുള്ളിയുടെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇവൻ വിളിച്ചു, അച്ചായ വണ്ടി വല്ലതും കിടന്നു. പുള്ളി പറഞ്ഞു അതെ 10 കിലോമീറ്റർ സെൻറ്റിക്കാൻ പറ്റും. അതിന് തോൽപ്പനം വിളിച്ചാൽ ഒരു വണ്ടി അവിടെ കിടന്നു. ആലപ്പുഴ. ഇതിപ്പോ എന്താ പറ്റിയ നമ്മുടെ ഇത് ഇടിച്ചത്? എന്റെ പൊന്നു സുഹൃത്തെ, ഉറങ്ങി ട്രാൻസ്പോർട്ട് വണ്ടിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കാണ്. ഉറങ്ങിപ്പോയി. ഞാൻ മരുന്ന് കഴിക്കുന്നതാണ്. ഉറങ്ങി ചെറുതായിട്ട് കഴിച്ച് 2:30 മണിയായപ്പോൾ ഊണ് കഴിച്ചിട്ട് കുട്ടികൾ ഉറങ്ങുന്നത് കൂടിയാണ്. അത് ഉറങ്ങിപ്പോയപ്പോ പോയി വണ്ടി ഇടിച്ചു. ഫ്രണ്ട് മൊത്തത്തിൽ ഇങ്ങനെ മൊത്തം കൂഞ്ഞിപ്പോയി. ഡൂമും പുതിയത് വെച്ചല്ലേ? അതെല്ലാം പുതിയ പോയ സമയം പുതിയത് മേടിച്ചു. അല്ലാണ്ട് പണി നടക്കത്തില്ല. നമ്മൾ പഴയത് വിളിച്ചിട്ട് വേണ്ട. ഹെഡ്ലൈറ്റ് എടുത്ത് വെച്ച് നോക്കണം.
ആദ്യമായിട്ട് കേബിളാണ് ഇവിടെ, ആക്സിഡന്റ് കേബിളാണ്. ഇത് വയറാണ്, സെൻസറാണ് ഇപ്പൊ ഫുൾ സെൻസർ. വണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല ഏർപ്പെട്ട വേണം. മറ്റേത് കേബിൾ അല്ലേ? മറ്റേതൊക്കെ കേബിൾ അല്ലേ? മറ്റേ കേബിൾ ഇത് എവിടെ വേണം കയറിപ്പോ, ഏത് കയറ്റത്തിനും കയറിപ്പോ. പക്ഷെ അതാണ് കുഴപ്പം. ഇത് ഗിയർ ഡൗൺ ചെയ്യണത് വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗിയറിൽ അല്ലാതെ ആക്കിക്കൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതെന്താണ് ക്ലച്ച് പിടിച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഗിയറിലാണ് വണ്ടി ചാടി ഓടിപ്പോകും. കാരണം ഇവർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇവരുന്നതിനും വണ്ടി ചിലപ്പോൾ 1/2 കിലോമീറ്റർ പോകും. അങ്ങനെ ഭയങ്കര 596 CC പവർ. 500 സംതിങ് ഉണ്ടല്ലേ? പിന്നെ കാറിന് CC ആണ്. കാറിന് 900 സംതിങ് ഒക്കെ അല്ലേ? പിന്നെ 600 ഉണ്ട്. അല്ല 800 ഉണ്ടോ മാരുതി? 600 പക്ഷേ 800 എത്രയാ? അത് 800. ആണോ? അതെ 800 CC എന്ന് പറയുന്നത് 800 അല്ലേ? അതാണ് 800. ഏതായാലും ഇത് 600 CC ആണ്. ആട്ടോയ്ക്ക് 140, 126 ഉള്ളൂ സാധാരണ. 10 മടങ്ങാൻ ഭയങ്കര. അതായിരിക്കും ചേട്ടന്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ബെൻഡായത് ചേട്ടാ. ദേവാലയം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അല്ലേ? യാതൊരു ദൈവത്തിന്റെ സഹായം കൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ല. വണ്ടികൾ അത് ഞാൻ വെച്ച് ആരാധിക്കാൻ മൂർത്തിയുടെ കഴിവല്ല. ഞാൻ ഈ ഏരിയ വിട്ടു പോയാൽ വേറെ ഏരിയയിലേക്ക്. അപ്പൊ എന്റെ പിടുത്തം കിട്ടിയ നീ ഇവിടെ ഇത് എവിടെ വെച്ചായിരുന്നു? തൊറൂർ പോലീസ് അല്ല, പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ നോക്കി. അവര് നാട്ടുകാർ തല്ലിയില്ല കേട്ടോ. ഇല്ല, നാട്ടുകാർ തല്ലിയില്ല. ഓടിപ്പോണ വണ്ടിയുടെ പറയും. ചേട്ടന്റെ പ്രായമൊക്കെ വെച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. തല്ലാൻ വന്നില്ല. നമ്മുടെ പോലീസുകാർ ഓടി വന്ന് പോലീസുകാർ പിടിച്ചു പറ്റി തല്ല് മേടിച്ചില്ല. അല്ലെങ്കിൽ വൈസാക്കാർ നാട്ടുകാരുടെ കുത്തും മേടിച്ചില്ല. അത് ഉറങ്ങിപ്പോയതുകൊണ്ടല്ലോ, കുഴപ്പമില്ല. ഇതാണ് കേട്ടോ പഴയ റൂം ഇവിടെ ചെറുതായിട്ട് ബെൻഡായി, ഇത് ഇവിടെ ബെൻഡായി. അല്ല വേറെ പ്രശ്നമില്ലായിരുന്നു, ജസ്റ്റ് അതൊന്ന് മടങ്ങിപ്പോയതാ. ഇവിടെ നോക്കുന്നത് ഇത് പിന്നെ റേഡിയേറ്റർ വരുന്ന എഞ്ചിനാണ് കേട്ടോ. റേഡിയേറ്റർ ഇപ്പറയുള്ള പ്ലാസ്റ്റിക് വെച്ചിരിക്കുക. 595 CC വാട്ടർ കൂൾ എഞ്ചിൻ അല്ലേ? എന്തിനാ ഇത്രയും പവർ അല്ലേ? എന്തിനാ ഇത്രയും പവർ ആട്ടോയ്ക്ക്? അവരൊരു പുതിയ രീതിയിൽ ഇറക്കിയതാണ്. പക്ഷെ സംഗതി ഇത് ഇച്ചിരി മൈലേജ് കുറവായി പോയി. മൈലേജ് വെച്ച് ഇത്രയും പവറുള്ളതല്ലേ? അങ്ങനെ ഈ കണ്ടോ ഇഞ്ചിൻ കണ്ടത്, ഇഞ്ചിന്റെ വലിപ്പം കണ്ടോ? കണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടോ? ഒരു കാറിന്റെ അത്ര ഉണ്ട് ഇഞ്ചൻ. മറ്റേ ആട്ടോയുടെ ഹൗസിങ്ങിന്റെ ഇഞ്ചിനകത്തും കൂടി ക്ലച്ചിനകത്ത് എല്ലാത്തിനും കഴിക്കാൻ 3 ലിറ്റർ ഓയിൽ മതി. ഇതിന് 4 വേണം. 4 ഇഞ്ചിനകത്തും. എത്ര നാളായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? ഈ ഫീൽഡിലാണ് ഞാൻ 1976 മുതൽ ഞാൻ ഈ ഫീൽഡിലാണ്. ചേട്ടൻ്റെ സ്റ്റോറി ഒന്ന് പറഞ്ഞേ. നമ്മുടെ ഇപ്പോഴും ഈ വണ്ടി ഉരുട്ടി തന്നെ കാര്യങ്ങളൊന്നും. ഇപ്പോഴും എൻ്റെ ആഗ്രഹം അതാണ്, മരിക്കും വരെ വണ്ടി ഓടണമെന്നുള്ള ആഗ്രഹം. ഞാൻ 76 ഇവിടെ ഓട്ടോറിക്ഷ ഇവിടെ ഒന്നും ഇല്ല. ഓട്ടോറിക്ഷ ഇവിടെ കൊണ്ടുപോകാൻ സമ്മതിക്കല്ലോ. സൈക്കിൾ റിക്ഷക്കാരാണ് ഈ ചേർത്തലയിലോ സൈക്കിൾ റിക്ഷക്കാരാണ്. ആദ്യമായിട്ട് എവിടെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്? ആദ്യമായിട്ട് ഞാൻ കഞ്ഞിക്കുഴിയിലാണ് കൊണ്ടിരുന്നത്. കഞ്ഞിക്കുഴിയിലല്ലേ? അന്നേരം അന്ന് കഞ്ഞിക്കുഴി 28 കാറാണ് ഉള്ളത്. ടാക്സി കാർ 28 ടാക്സി ഉണ്ട്. അതിനിടെ ഞാൻ അന്ന് എറണാകുളത്താണ് ഈ സൈക്കിൾ റിക്ഷ മോട്ടോർ ഒഴിപ്പിച്ച് കോളേജ് ഗ്രൗണ്ടിൻ്റെ ഇപ്പറേ അവിടെ ഉള്ളൂ. അവിടെ നിന്നാണ് എടുത്തത്. 3600 3800 രൂപയാണ് അതിൻ്റെ വില. അത് കൊടുത്ത് അവിടെ നിന്ന് എനിക്ക് സൈക്കിൾ റിക്ഷ പോലും ചവിട്ടാത്തത് ഞാനെങ്ങനെ കൊണ്ടുപോയി. അപ്പം അവർ പറഞ്ഞിട്ട് ഇതൊന്നും വലിയ കാര്യം. അപ്പം എൻ്റെ അറിവ് ഈ നമ്മുടെ വെള്ളാപ്പയുടെ അനുചരന്മാരാണ് ഇതിൻ്റെ കമ്പനിക്കാരെന്നാണ് പറഞ്ഞത്. ഏതായാലും ആരും ആയിക്കോട്ടെ, നമ്മൾ അവരുടെ അടുത്ത് അവർ ആ ഗ്രൗണ്ടിലോട്ട് കയറ്റി എന്നെ സൈക്കിൾ റിക്ഷ കൊണ്ടുപോയി പഠിപ്പിക്കും. ഇതെങ്ങനെ പോലെ സൂക്ഷിച്ചാൽ പിന്നെ ഞാൻ തന്നെ ഓടിച്ചവിടെ അതിനെ കൊണ്ട് നടന്ന് അങ്ങനെ അവിടെ നിന്ന് ഓടിച്ചോണ്ട് ഞാൻ പോകുന്നു. ലൈസൻസും ഇല്ല. ലൈസൻസ് ഇല്ല. അന്ന് ലൈസൻസ് ഒന്നും വേണ്ട. ലൈസൻസ് ഒരു പ്രശ്നമല്ല. വണ്ടി ഓടിക്കാമെങ്കിൽ ഓടിക്കണ്ടാ മതി, ഒരു കുഴപ്പമില്ല. ആരും ഒന്നും ആരും പിടിക്കുകയില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഈ അരൂര് പാലവും കിടന്നു. അത് മറ്റേ ഈ പുതിയ പാലല്ല, പഴയ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണം. ഫോർട്ട് കൊച്ചി പോയി അതിലെ കൂടി കറങ്ങി ഈ സാധനം ഓടിച്ചോണ്ട് സന്ധി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടിട്ട് എല്ലാവരും എന്നെ നോക്കുന്നത് എന്തും അത്ഭുതവും. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ ആദ്യാപേക്ഷിച്ച് നെഹ്റു സാർ എന്ന് പറഞ്ഞൊരു വെഹിക്കിളാണ്.
ഒരു ബൈക്കാണെന്നുള്ളത് നല്ല മൊത്തം നല്ലതാണ്. ഞാൻ ആലപ്പുഴ കൊണ്ടുവരും സാറേ. ഇത് എടാ ഇതിനൊരു ഓർഡറും വന്നിട്ടില്ല. സർക്കാരിൽ നിന്നെങ്കിലും ഓർഡർ വരട്ടെ, അന്നേരം ഞാൻ തന്നെ വിളിക്കാൻ വന്നിട്ട് അങ്ങോട്ട് ഓർഡറും. സൈക്കിൾ തന്നെയാണ് ഇത്. സൈക്കിൾ ഇസ തന്നെ, മൂന്ന് വീലുള്ള സൈക്കിൾ ഇസ. ടാപ്പ് ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യാം, നിവർക്കുകയും ചെയ്യാം. അപ്പൊ 2 യാത്രക്കാർക്ക് വരെ ഇരിക്കാം. ഈ മുമ്പിൽ ഇരിക്കാൻ ഒരു സൈക്കിൾ ഇഷ്ടക്കാരൻ ചവിട്ടിക്കോണം. അപ്പൊ കെർലോസിന്റെ പമ്പിൽ നമ്മൾ പെട്രോളാണോ കറണ്ടാണോ ഉപയോഗിക്കുന്നത്? പെട്രോളാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ അത് മോട്ടോർ സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പെട്രോൾ ഈ ഇഞ്ചിന് പെട്രോൾ ചെയ്യുമ്പോൾ പെട്രോൾ കൊടുത്താൽ ബജാജിന്റെ ആണോ ആദ്യമേ? ഓട്ടോയിൽ ഏതാണ് ചേട്ടൻ ഓടിക്കാൻ തുടങ്ങിയത്? ഓട്ടോയിൽ എന്ന് പറഞ്ഞാൽ ബജാജ് തന്നെയാണ്. അത് ഏതാണ്, ഫ്രണ്ട് എഞ്ചിനാണോ ബാക്ക് എഞ്ചിനായിരുന്നോ? ഫ്രണ്ട് എഞ്ചിനുള്ള ബാക്ക് എഞ്ചിനൊക്കെ. ഓ 70-ലും 75-ലൊക്കെ ഫ്രണ്ട് എഞ്ചിനാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ബാക്ക് എഞ്ചിൻ കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. ബാക്ക് എഞ്ചിൻ ഒരു 80-ന് ശേഷം കണ്ടാണ് ബാക്ക് എഞ്ചിൻ. 80 85-ന് ശേഷമാണ് ബാക്ക് എഞ്ചിൻ വരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ബാക്ക് എഞ്ചിൻ വന്ന് ഇവിടെ നല്ല ഡിമാൻഡ് ആയപ്പോഴത്തേക്കാണ് ഈ കിർലോസ്കർ അല്ല ഒരു ഡീസൽ വണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പം എല്ലാം മുമ്പ് ലാംബർട്ടല്ല. ലാംബർട്ടൊക്കെ നമ്മുടെ അതൊക്കെ ആ സമയത്ത് ഉണ്ടോ? അല്ലല്ല, ലാംബർട്ടൊക്കെ ഉണ്ട്. വളരെ ചുരുക്കം പെട്ടി വണ്ടിക്കൊക്കെ കൂടുതലായിട്ട് ലാംബർട്ടാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് യാത്ര ബോഡിയൊക്കെ പിടിപ്പിച്ച് യാത്ര വണ്ടി ആകാൻ തുടങ്ങി. പക്ഷെ ഒരു വണ്ടിയുണ്ട് കാരണം ഒരു ഡീസൽ വണ്ടി ഇറങ്ങിയായിരുന്നു. കാരണം അതൊരു വണ്ടിയെല്ലാം ഇതാണ്, അത് പണിയാൻ ആൾക്കാരിലാണ്ട് പോയതൊക്കെയാണ് പ്രശ്നം. ബജാജിന്റെ ആണോ അതോ വേറെ കമ്പനി ആയിരുന്നോ? ബജാജിന്റെ തന്നെ ആയിരുന്നോ? ബജാജിന്റെ അല്ല, അത് ഈ പെട്രോളിനാണ്. ഇതിന്റെ പേര് ഞാൻ കൊണ്ടുവരുന്ന വണ്ടിയാണ്, പക്ഷെ പേര് വരെ മറന്നിപ്പോ. അപ്പൊ അല്ല ആൾക്കാർ ഈ ചേർത്തല അമ്പലപ്പുഴ താലൂക്കിലുള്ളവരെല്ലാം പെട്രോൾ വണ്ടി എല്ലാം വിറ്റിട്ട് ഈ വണ്ടി എടുത്തു. കംപ്ലൈന്റ് ആയില്ല കുറെ നാൾ? അത് തന്നെ ഒരു 6 മാസം കത്തിച്ച് കൊടുക്കില്ല, നിരത്തി പിടിക്കാൻ. അത് പണിയാൻ അറിയാവുന്ന ഇല്ലാണ്ട് പോയി, അതാണ് പറ്റിയത്. ഞാൻ ഇവിടുന്ന് അത് ഇവിടെ ഒരു വർഷാപ്പിൽ 3 വട്ടം ഇളക്കിയിട്ടു. അതിന്റെ മെയിൻ കംപ്ലൈന്റ് എന്തായിരുന്നു? ഓയിൽ ലീക്കാണോ? ഓയിൽ ലീക്കൊന്നും അല്ല, വണ്ടി നല്ലതാണ്. അത് പണിയാൻ അതിന് ചെറിയ നമ്മളെ എയറിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് വരുന്നത്. എയർ ഇതിനകത്ത് അവർട്ടർ എയർ കയറിയെങ്കിൽ ഇത് ഇത് ഡീസൽ എയർ എടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. എയറും കൂടി ചെല്ലണമെങ്കിൽ ഈ ഡീസൽ കത്തിയോ അതിന്റെ പവർ ഫുള്ളായിട്ട് കിട്ടും. എയർ കയറാണ്ട് വരും, ഈ വാൽവ് അടഞ്ഞു പോകുമോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് വന്നത്. അത് പണിയാൻ അറിയാവുന്ന ഡീസൽ വണ്ടി വലിയ വണ്ടി അല്ലേ ഒന്നുള്ളൂ. ഈ വലിയ വണ്ടി പണിയുന്ന ഒരു ഒറ്റ പിസ്റ്റനുള്ള വണ്ടി പണിയാൻ അവർക്കറിയാൻ മേല. ഒറ്റ പിസ്റ്റനായിരുന്നല്ലേ? ഒറ്റ പിസ്റ്റനുള്ളതിന് അതാണ് പറ്റിയത്. അത്യാവശ്യം 4, 5, 6 പിസ്റ്റനുള്ള വണ്ടി പണിതിട്ടുള്ളവർ ഈ ഒറ്റ പിസ്റ്റൻ. കാരണം ഇവിടെ ഈ പുത്തനമ്പലത്തിന്റെ അവിടെ ഇതുപോലെ ആദ്യം പുള്ളിയാണ് എടുക്കുന്നത് ഒരു വണ്ടി, ഡീസൽ വണ്ടി. അത് വേറെ എങ്ങാണ്ടെന്ന് കണ്ടിട്ട് തേച്ച് വരുത്തിയിട്ട് ബോഡി പണിപ്പിച്ച് വരും. ഇവിടെ അത് കിടന്ന് പയർ പെറുക്കുമായിരുന്നു, ബോഡി ഒന്ന് പെറുക്കുമായിരുന്നു. ഭയങ്കര ഓട്ടമായിരുന്നു. അന്ന് 1000 രൂപയ്ക്ക് മേൽ ഓടുമായിരുന്നു ആ വണ്ടി അന്ന്. അതൊരു 6 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കേടായിട്ട് ഇവിടുത്തെ ഈ ചെറു താലൂക്കിലും എറണാകുളം താലൂക്കിലുമുള്ള ഫ്രണ്ട്സ് നമ്മുടെ ആപ്പയുടെ ഗ്ലാസ് ആട്ടോ. അപ്പോൾ അതെടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്കിനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇത് ഗ്ലാസ്സിന് എത്ര രൂപ ആയിട്ടുണ്ടോ ചേട്ടാ? ചേട്ടാ ഗ്ലാസ്സിന് എത്ര ആയിട്ടുണ്ടോ? 3000 അല്ല 4900 സംതിങ് മേലെ കാണിക്കും. 4900 സ്റ്റിക്കർ എല്ലാം കൂടി 7 വരും. ഗ്ലാസ്സിന് 320 കണ്ടോ ഫ്രണ്ട്സ്? ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ ഗ്ലാസ് കേട്ടോ. ഒറിജിനൽ ഗ്ലാസ് വേണം ഞാൻ, കാരണം ഇവിടെ ഇങ്ങനെ ഓടിച്ചാൽ ഞാൻ നോക്കിയാൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കോ. ഇനി നിങ്ങളുടെ ചുമതല. രാവിലെ വിളിക്കാൻ നെറ്റിയോന്ന് പറഞ്ഞു പോകണല്ലോ, വെള്ളം ഇറങ്ങത്തില്ല.
ആദ്യ സമയത്ത് എങ്ങനെയാണല്ലോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ക്ലിപ്പ് വെച്ച് സ്ക്രൂ ചെയ്യായിരുന്നു ഈ കണ്ണാടി ആദ്യ സമയത്ത്. അതൊക്കെയാണ് വളർന്നു അത് ഇത് മെയിനാണ്. അതൊക്കെ കഷ്ടം. ഇപ്പൊ കേട്ടില്ലാത്ത വർക്കില്ലാത്ത വർക്ക്ഷോപ്പാണ്. എന്ത് വർക്കാണ് കാലേ കാലേ. ആ ഓക്കെ ഓക്കെ. ഇത്തിരി ടിൻഡർ ഗ്ലാസ് ആണ്, ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലേ കൂളിംഗ്. ആ ഇത് ഇത്തിരി കൂടി നല്ല ഗ്ലാസ്സാണ്. അത് സ്റ്റിങ്ക ഇത് സ്റ്റെങ്ക വേണോ? ഇതിന്റെ ഉള്ളില് നല്ല കൂടി കോട്ടിംഗ് ഉള്ള. ഗിയർ ഒരു ചെറിയ ചിലക്കാണ് ഇന്നർ ഉണ്ടാവും. നമ്മളൊരു കാറിന്റെ ഒക്കെ ഒരു സ്റ്റൈലിലേക്ക് മാറിയല്ലേ നമ്മള്. ഇത് ചെറുതായിട്ടൊന്ന് കുട്ടിയിടാൻ പോകണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുക. ഒരു ഗ്രാം കൂടുതലുണ്ട് നമ്മൾ. ഫ്രണ്ട്സ്, നമ്മുടെ ഡൂമിൻ്റെ അവിടത്തേക്ക് കംപ്ലീറ്റ് പുട്ടിയൊക്കെ ഇട്ടു. പെയിൻറ്റ് പ്രൈമർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. പിന്നെ പ്ലാറ്റ്ഫോമിൽ ഒരു ഇച്ചിരി ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചു. നമ്മുടെ ചേസിൻ്റെ ഇവിടെയൊക്കെ നമ്മുടെ ഇതുണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറ്റി നമ്മൾ ഈ അകത്തും ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇച്ചിരി മൊത്തത്തിലുള്ള നമ്മൾ ഫ്രണ്ട് മാത്രമേ ബ്ലാക്ക് അടിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പെയിൻ്റ് ഉള്ളതാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള പെയിൻറ്റിങ് അറിയാം. മുഖം മാത്രം ആരെങ്കിലും അറിയാവുന്ന ഞാൻ എല്ലാത്തിനും അതെ ഇത് നെറ്റിൻ്റെ ഒക്കെ എന്നാണ്
അപ്പോൾ നമ്മുടെ ബമ്പർ ഫ്രണ്ട് ബമ്പർ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ ഇതൊക്കെ ഇപ്പോൾ വേറെ എന്തൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. അതെടുക്കാം. ഇനിയിപ്പം മൾഗാട് അല്ല ഗ്ലാസ് അല്ലേ വെക്കുള്ളൂ. ആ ആ ആ ഇനി നീ വെക്കണ മതി. നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ സാധനം വെച്ചതാണ്. ഇത് ഓൾറെഡി സെൻസർ വണ്ടിയാണ്. അപ്പോൾ കേബിൾ കുറവാണ്, മൊത്തം കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എടുത്ത വയറില്ലേ ഒന്നിങ്ങനെ എടുക്കുന്നു ഇതിൻ്റെ മക്കാടിയിലെ പോകും. ആ താഴത്തോട്ട് വലിച്ചിട്ട് ഇതിന്റെ ബാലൻസ് കാണണം കേട്ടോ. ഇതിന്റെ ഇതല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൊടുത്താണ് ഇവിടെ ഉള്ളോട്ടാണ്. ലൈറ്റ് ജസ്റ്റ് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. ഹെഡ്ലൈറ്റ് ഇട്ടോ. ഓക്കെ, ഹെഡ്ലൈറ്റ് വർക്കിംഗ്. ബ്രൈറ്റ് ആക്കാൻ പറ്റുമോ നോക്കി. ഓക്കെ, ബ്രൈറ്റ് ഉണ്ട്. ഒരു സൈഡ് കയറ്റി അങ്ങോട്ട് ലോക്ക് ചെയ്ത് അങ്ങോട്ട് നിൽക്ക്. അപ്പുറത്തെ സൈഡ് നിൽക്ക്. അല്ലടാ അപ്പുറത്തെ സൈഡ് പ്രസ് ചെയ്തിട്. ഓക്കെ, ബസ്. നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ഇപ്പോൾ കാണുന്നില്ല 160 രൂപ പേരൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരാനുണ്ടോ? അമൂല ആ സ്കൂട്ടർ എടുക്കുന്നു പോയാ. ഒരു കുത്തി പറഞ്ഞു പോലും എന്നുള്ള പേടി പോലും വേണ്ട. ആ കണ്ണ പിന്നെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ലെന്ന് തോന്നിയപ്പോ അത് വാടാ ഞാൻ കറക്റ്റ് ചെയ്ത് തരാന്ന് ഇതാണ് കറക്റ്റ്. അല്ല ക്ലാമ്പ് നിവരാനുണ്ട് ആ തുളക്കണായിട്ട് കറങ്ങി നേരെ പോണക്കെ. ഇപ്പോൾ വെയിലത്തിട്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റെക്സിനൊന്ന് വലിയാൻ വേണ്ടി കേട്ടോ. അതിനുശേഷം മാത്രമേ നമുക്ക് റെക്സിന് ഇട്ടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു. നമുക്ക് നോക്കാം ബാക്കി.
ഫ്രണ്ട്സ് നമ്മുടെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു കേട്ടോ. നമ്മുടെ റെക്സിൻ്റെ മേളിൽ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു സാധനമൊക്കെ വെച്ചു, നമ്പർ പ്ലേറ്റ് വെച്ചു, ഈ ബീഡിങ് പുതിയത് വെച്ചു കേട്ടോ. ഈ ബീഡിങ് പുതിയത് വെച്ചു. ഓൾമോസ്റ്റ് ഫ്രണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്നുണ്ട്. അപ്പോൾ പഴയ ഇത് കണ്ടാണല്ലോ വണ്ടിയുടെ ഇടിച്ച അവസ്ഥ. ആ ഡൂം കൊണ്ടുപോകണല്ലേ നമ്മുടെ ചേട്ടൻ എടുത്തിട്ട് പോകട്ടോ. ഈ ചേട്ടനാണ് വണ്ടിയുടെ ഓണർ. ഉറങ്ങിപ്പോയെന്ന് പറയാം. പറഞ്ഞു അപ്പോൾ ഓക്കെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്ഥാപനം ഇനിയും വലിയ വലിയ കാര്യങ്ങൾക്ക് കടക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അടിപൊളിയായിട്ട് ചെയ്തല്ലേ? ഓക്കെ.